ഹായ് ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. എല്ലാവരും ചെയ്യുന്നൊരു കണ്ടന്റാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ ദിവസം ചെയ്ത മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാമായിരുന്നു എനിക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം, ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ്. വീട്ടിൽ സ്പെൻഡ് ചെയ്ത സമയം ഈക്വലി പുറത്തും സ്പെൻഡ് ചെയ്തു. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാത്തൊരിടത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യലാണ് കേട്ടോ. അതിനുശേഷം ഫേസൊക്കെ വാഷ് ചെയ്ത് തുടച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഹൈഡ്രേഷൻ ഈ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പം വെള്ളമൊക്കെ കുടിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കും കേട്ടോ. ആൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ ഞാൻ ഇന്ന് ബിസി ആയിരുന്നു, കാരണം എനിക്ക് വാക്കിങ്ങിന് പോകണം, തിരിച്ച് വന്നിട്ട് റെഡി ആവണം, ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ 30 മിനിറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 8 months ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ 40 minutes ആക്കി. അതിന് പതിയെ 45 minutes ആവും. നമ്മളിനി ലാസ്റ്റ് ഒരു 1 hour ഡെയിലി നടക്കേണ്ട ഒരു രീതിയിൽ വരണം. ആദ്യം തന്നെ അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ഇതാണ് മിയാക്കുട്ടി കേട്ടോ. എൻ്റെ വീട്ടിൽ സ്ഥിരം വരുന്ന പൂച്ചക്കുട്ടിയാണ്. രാവിലെ മീൻ കൊണ്ടുവരുന്നവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട്. വീട്ടിൽ വരുമ്പോൾ ഇവർക്ക് നല്ല സ്നേഹമാണ്. ഇതുപോലെ വെളിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ വാക്കിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ പാൽ കുടിക്കുന്നത്. ഞാനിപ്പോൾ മദേഴ്സ് പ്ലസ് ചേർത്തിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ഇതുവരെ കുടിക്കത്തില്ലായിരുന്നു. ലാസ്റ്റ് മന്ത്സിലൊക്കെ ലാക്ടേഷന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം പശുവും പാലിൽ ആദ്യം വെറും പാലായിരുന്നു, പിന്നെ ഞാൻ മദേഴ്സ് പ്ലസ് ചേർത്ത് കുടിക്കും കേട്ടോ. പിന്നെ അച്ഛന് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ മുകളിലേക്ക് വന്ന് എൻ്റെ ഹോസ്പിറ്റൽ ഫയലൊക്കെ ബാഗിലെടുത്ത് വെച്ചു. വാലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഫ്രഷ് ആയിട്ട് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ മൂക്കടപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പം ഹെയർ വാഷ് ചെയ്തില്ല. ക്ലൈമറ്റിക് ചേഞ്ചസ് കൊണ്ടായിരിക്കാം. അങ്ങനെ ഫ്രഷായി വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ചെയ്ത് ആവശ്യത്തിനുള്ള ഫേസിൻ്റെ ബേസിക് പ്രിപ്പറേഷൻസ്, അതായത് സൺസ്ക്രീന്, സിറം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് ഞാനൊരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ഫുഡൊക്കെയാണ് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ കഴിച്ചിട്ടുള്ളതെന്ന് പറയുക. അത് ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ചമ്മന്തിയും പിന്നെ തലേദിവസത്തെ സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കാണാം. അങ്ങനെ നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. സാധാരണ ബ്രദറും വരും. അവന് തീരെ വയ്യായിരുന്നു, മൂക്കടപ്പും ജലദോഷവും ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ. ഈ ക്ലൈമറ്റിക് ചേഞ്ചസിൻ്റെ ഒരു ഇതായിരിക്കാം, മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ യൂബറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാബ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ വരും. അങ്ങനെ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ആപ്പ് വഴി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അവിടെ പോയി സ്ലിപ്പ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് അവിടുത്തെ ബ്യൂട്ടി പാർലറാണ് കേട്ടോ, ഹോസ്പിറ്റലിലുള്ള. നല്ല സർവീസൊക്കെ ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് ഒരിക്കലെങ്കിലും ഒരു സ്പായെങ്കിലും കയറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഐഫോണൊക്കെ പുതിയതായിട്ട് വാങ്ങിയ എൻ്റെ ഒരു പട്ടി ഷോയാണ്. കാരണം ഞാൻ അതിൻ്റെ വ്ളോഗ് ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. ഞാൻ അത് എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടി കുറച്ച് സെൽഫി എടുത്തു. പിന്നെ ഇതുപോലെ സെൽഫി വീഡിയോസ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ലോബി എന്ന് പറയുന്നത്. ഇങ്ങനെ ടോക്കൺ മാറി വരുന്ന നമ്മുടെ ടോക്കൺ ആകുമ്പോൾ വിളിക്കും. പിന്നെ ഇതാണ് ഞാൻ അവിടെ എപ്പോഴും പോകുമ്പോൾ കഴിക്കുന്നൊരു സംഭവം, അവിടുത്തെ ചിക്കൻ പബ്സ്, നാരങ്ങയുള്ളൂ. ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ ഇത് എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് വന്നു. പിന്നെ താഴോട്ട് ലോബിയിലേക്ക് വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കർക്കിടക സമയമാണ്ട് കർക്കിടക കഞ്ഞിയായിരുന്നു. ഇപ്പോൾ പായസം മേള, പാലട പ്രഥമനും ചക്കപ്പായസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഡെയിലി ഓരോ പായസം വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് പായസം വാങ്ങിച്ചു. പാലടയ്ക്ക് 40, ചക്കയ്ക്ക് 50, അങ്ങനെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മയ്ക്കാണ് എന്നെക്കാൾ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ കുറച്ച് മധുരം കഴിക്കും, എന്നാലും ഞാൻ മധുരത്തിൻ്റെ ആളല്ല. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് ലുലുമോളിലേക്കാണ്. ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ലുലുമോൾ വരുന്നത്. അവിടെ നിന്ന് എനിക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ സമയം ആയതുകൊണ്ടായിരിക്കാം അവിടെ നല്ല രീതിയിലുള്ള തിരക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മനസ്സിൽ കിടന്നൊരു ആഗ്രഹം ഞാൻ സാധിച്ചു. ഞാനൊരു ഡയമണ്ട് നോസ് പിൻ
വാങ്ങി കേട്ടോ. എനിക്ക് 3 കല്ലുള്ള ഡയമണ്ട് മൂക്കുത്തി എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ആ 3 കല്ലിന് ഒരു വെറൈറ്റി ഡിസൈനിൽ റോസ് ഗോൾഡിൽ വരുന്ന നല്ലൊരു കിഡിലൻ മോഡലാണ് കേട്ടോ. ക്ലാരസ് എന്ന് പറഞ്ഞാൽ ലുലുമോളിലെ ഡയമണ്ട് ഷോറൂമിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ അവരുടെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എനിക്ക് നല്ലൊരു അടിപൊളി നോസ്പിൻ ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങിച്ചു. എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റഡിലും നമ്മുടെ ബാംഗിൾസിലും ആംഗ്ലറ്റ്സ് ചെയിൻ എല്ലാത്തിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ എൻ്റെ ഓൺ ഏർണിങ്സിൽ ഞാൻ കൂട്ടി വെച്ച് വാങ്ങിയ, എനിക്ക് വേണ്ടി വാങ്ങിയൊരു ഫസ്റ്റ് ഗോൾഡിൻ്റെ ഐറ്റമാണ്. ഗോൾഡ് ഓർ ഡയമണ്ട് എന്തായിരുന്നാലും ഒരു ഓർണമെൻ്റാണ്, ഒരു കോസ്റ്റ്ലി ഓർണമെൻ്റാണ് എൻ്റെ ഈ ഡയമണ്ട് മൂക്കുത്തി എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്ത് പറയാനാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഉണ്ടല്ലോ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ മൂക്കുത്തി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടത് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതുവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുലു ഒന്ന് മര്യാദയ്ക്ക് നേരെ ചൊവ്വ നടന്ന് ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് വാഷ്റൂം അന്വേഷിച്ച് നടക്കുകയാണ്. വാഷ്റൂം തപ്പി നടന്ന് അവസാനം കുറച്ച് കഷ്ടപ്പെട്ടു വാഷ്റൂം കണ്ടുപിടിക്കാനായിട്ട്. കാരണം ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കറങ്ങി വീണ്ടും പോയ സ്ഥലത്തൂടെ തന്നെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായി. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരെ വന്നത് നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിലാണ്. ലുലു ഫാഷൻ സ്റ്റോറിൽ എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഈ സ്പെക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കാറ്റ് ഐ മോഡലാണ്, അപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ സ്പെക്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ ഒരു ജെനുവിൻ റിയാക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ആ കണ്ണാടി ഊരി ഞാൻ എൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ 26,000 സംതിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പോറൽ പോലും ഇല്ലാതെ ഞാൻ തിരിച്ച് വെച്ചോട്ടെ, നമുക്ക് പറ്റിയ കാര്യങ്ങളൊന്നല്ല. പിന്നെ കിഡ്സ് സെക്ഷനിലൊക്കെ നമുക്കിനി ഭാവിയിൽ വാങ്ങേണ്ടതാണല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി, നമ്മുടെ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ സ്വാഡിൽ ക്ലോത്ത്സും കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ടവൽസ്, മസ്ലിൻ ടവൽസ്, സ്വാഡിൽസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെയും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അത് ഈ ഇതുപോലത്തെ ജ്യൂസും പാക്കറ്റ് ഡ്രിങ്ക്സും യിപ്പി മാഗി അതൊക്കെ കഴിക്കുന്നവർക്ക് നല്ല ഓഫറാണ്. മാവ്, ചിക്കൻ മസാല, നെയ്യ്, ഒരുപാട് ബിസ്ക്കറ്റ്സ്, കുറച്ച് നട്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് അവിടെ ഓഫേഴ്സ് ഉണ്ട്. ഇതുപോലെ പാക്കറ്റഡ് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തെ കുറച്ച് കാര്യത്തിനൊക്കെ ഓഫേഴ്സ് ഉണ്ട്. അല്ലാതെ ഭയങ്കര രീതിയിലുള്ള ഓഫറിലായിട്ടൊന്നും തോന്നിയില്ല. അവിടെ ഓഫറിൽ ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. പിന്നെ യിപ്പിയിലൊക്കെ ഇത്രയും വെറൈറ്റി മാഗിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പല കളറിലുള്ള പാക്കറ്റാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലെങ്ങാണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ യിപ്പി കഴിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കഴിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് വാങ്ങുന്നതന്നെ അതിൽ നമുക്ക് കുറച്ച് സ്റ്റിക്കറൊക്കെ പണ്ട് ഫ്രീ കിട്ടുമായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഞാനിപ്പോൾ കാണിച്ച സാധനത്തിനൊക്കെ ഓഫറുള്ള സംഭവങ്ങളാണ്, പക്ഷെ നമുക്ക് അതിൻ്റെയൊന്നും ആവശ്യം വേണ്ടി വന്നില്ല. പിന്നെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടോയ്ലറ്ററീസ് ആവശ്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ, കണ്ടെയ്നർ കോംബോ, അത് നല്ല ലാഭമായിട്ട് തോന്നി, അങ്ങനെ ഒരെണ്ണം വാങ്ങി. പിന്നെ ഈ പിക്കിൾസൊക്കെ നല്ല പുതിയ ബ്രാൻഡുകളൊക്കെ വന്നു, പക്ഷെ ഒന്നിനും ഓഫറൊന്നുമില്ല. പിന്നെ വെജിറ്റബിൾ സെക്ഷനിൽ വന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ ബില്ലടിച്ച് ഇറങ്ങാമെന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. മാങ്ങ മുഴുവനായിട്ടിട്ടുള്ള മാങ്ങ പുളിശ്ശേരി ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതിനുള്ള ഒഴിച്ചുട്ടാൻ മാങ്ങയല്ല, എന്നാലും പഴുത്ത മാങ്ങയിൽ നല്ല മണമുള്ള ചെറിയ മാങ്ങ നോക്കി ഒരു 5 എണ്ണം ഞാനിങ്ങനെ മണത്ത് ഞാൻ ഇടുകയാണ് കേട്ടോ.
ഇത് വെച്ച് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും എന്ന് തോന്നുന്നു. ഇനി നമ്മൾ എടുത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ വെയ് ചെയ്ത് അതിൻ്റെ റേറ്റ് എത്തിക്കണം. അതിനുശേഷം നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ഉണക്കമീൻ വാങ്ങണമായിരുന്നു. അപ്പോൾ ആ ഫിഷിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ പ്രോൺസിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിക്കതിൽ ഏറ്റവും ഭീമാകാരനായിട്ടുള്ള പ്രോൺസ് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് റിബൺ ഫിഷ്, നമ്മുടെ വാള എന്ന് പറയത്തില്ല, വാളക്കരുവാടും, വാളയുടെ ഉണക്കമീൻ, നമ്മുടെ ഇവിടെ കരുവാടെന്നാണ് കേട്ടോ പറയുന്നത്, അതും പിന്നെ വേറൊരു സംഭവം, വേറെ ഒരു പാക്കറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിപൂരി വാങ്ങിച്ചിട്ട് അത് ഞാൻ കഴിക്കണ സമയത്ത് നിങ്ങളുടെ ഇത് പറയാം. പിന്നെ ഈ സ്പൈസി മാംഗോ മസാല നല്ല കാണുമ്പോൾ തന്നെ ഒരു കൊതി തോന്നി, അതുകൊണ്ട് അതും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഹോം മെയ്ഡ് പിക്കിൾസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ തരാനായിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിലായിരുന്നാലും എല്ലാ സംഭവത്തിലായിരുന്നാലും. അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ ഐലൈനർ കഴിഞ്ഞിട്ടുണ്ടായി, തീരാറായി. അപ്പോൾ നമുക്ക് ഇനിയും ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഇനി ഡെലിവറിക്കൊക്കെ ശേഷം ഇതുപോലെ പുറത്തിറങ്ങി നടക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ നൈക്കയിലെ ഷോറൂമിൽ നിന്ന് ഒരു ഐലൈനർ വാങ്ങിച്ചു. ഗ്ലോസി ടൈപ്പാണ്. മാറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 800 ആ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു 300 സംതിങ് എന്തോ ആണ് ഈ ഗ്ലോസി ഐലൈനർ. വാട്ടർ പ്രൂഫാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് എത്തിയിട്ടുണ്ട്. നമ്മൾ കൊളത്തൂരുള്ള മന്നൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ അമ്മാമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അമ്മാമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹോട്ടലിൽ വന്നു. ഊണായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടൊക്കെ ആയിട്ട് ഊണൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നാടൻ കോഴിപ്പെരട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ആ പടം തളർന്ന് ക്ഷീണിച്ച് പോയി ഗൈസ്. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഫേസ് വാഷൊക്കെ ചെയ്തു. ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഞാൻ താഴേക്ക് വന്ന് ഞാൻ വാങ്ങിയിട്ട് പാനിപ്പൂരി ഭയങ്കര ആഗ്രഹം തോന്നിയൊന്ന് കഴിച്ചിട്ട് ഒരു കാശിന് കൊള്ളത്തില്ല. 70 റുപ്പീസ് എന്തോ ആണ്. 7 പൂരീസ് അതിൽ വരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങരുത്, ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞണ്ട് കറി ഉണ്ടായിരുന്നു വീട്ടിൽ. കുറച്ച് ചോറും ഞണ്ട് കറിയും കൂടെ കഴിച്ചിട്ട് ഞാനിന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. ഞാനിപ്പോൾ CA ഇൻ്ററാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസ് എനിക്കിനി അടുത്ത മാസം കൂടെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുഡ് കഴിച്ചു. ഹസ്ബൻഡ് വിളിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയിലെ ടാബ്ലറ്റ്സ് കഴിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും പഴം, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു. ഇന്ന് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ മാത്രം ഇരിക്കുന്ന സമയത്തുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടാൻ കേട്ടോ. ഇത് രാത്രിയിൽ എന്നും ഞാൻ ഇടുന്നൊരു ആയുർവേദിക് ഓയിലാണ്, ലൈക്ക് സിറം പോലെ. ഞാൻ വേറെ നൈറ്റ് ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ ഒരു 3rd to 4th മന്ത് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഈ ഒരു സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കഴുത്തിലെ ഡാർക്ക്നെസ്സും കണ്ണിന് ചുറ്റുള്ള, ഞാനിപ്പം പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാതിരിക്കാനും പറ്റില്ല, സ്ക്രീൻ ടൈമൊക്കെ വരുന്നതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി കിടക്കേണ്ട സമയമാണ്. രാവിലെ എഴുതിക്കാനുള്ള അലാറം 3 സമയത്തേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കും. അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എഴുന്നേൽക്കും കേട്ടോ. പിന്നെയും വാക്കിങ്ങിനൊക്കെ പോകണമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. ബൈ.